അവർക്കുണ്ടായ ക്ഷീണം ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കുന്നു. 2 ഡ്രൈവർമാരായിരുന്നു ഉണ്ടായിരുന്നത്. കോഴിക്കോട് വെച്ചാണ് അവർ ചേഞ്ച് ചെയ്തത്. എന്നിരുന്നാലും ഗതാഗതത്തിലുള്ള താമസങ്ങളും അതുപോലെ തന്നെ റോഡ് പണി നടക്കുന്നതുകൊണ്ടുള്ള ഫാറ്റിക് അവരെ ബാധിച്ചിട്ടുണ്ടാകാമെന്ന് വിലയിരുത്തുന്നു. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് വന്ന് അപകടത്തിൽപ്പെട്ട കല്ലട ബസ് പരിശോധിക്കുകയുണ്ടായി. അതിൽ 6 സീറ്റുകൾ അനധികൃതമായി പിടിപ്പിച്ചിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ഗവേണർ പ്രവർത്തനക്ഷമമല്ലായിരുന്നു. കൂടാതെ ഹാലജൻ ലാമ്പുകൾ നീല ഹാലജൻ ലാമ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്നതായി മനസ്സിലാക്കിയിട്ടുണ്ട്. റോഡ് ഗതാഗതത്തിൽ ഉണ്ടായ വ്യത്യാസങ്ങളാണ് കാലതാമസം വന്ന് വാഹനം ഇവിടെ വരാൻ കാരണമായതും. അതുപോലെ തന്നെ ഇടതുവശത്തെ പുറകിലെ ടയറുകൾ രണ്ടും തേഞ്ഞതായിരുന്നു. അതും അപകടത്തിൻ്റെ ആഘാതം കൂട്ടിയതായിട്ട് മനസ്സിലാക്കുന്നു. റോഡിൽ വെള്ളമുണ്ടായിരുന്നു. അതുകൂടാതെ സിഗ്നൽ വന്നപ്പോൾ അതിവേഗം അതിനെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മറികടക്കുവാനായിട്ടുള്ള താല്പര്യത്തോടു കൂടി വന്നതാണ് ഈ അപകടത്തിൻ്റെ കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമിത വേഗത ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. കർണാടകത്തിൽ നിന്നാണ് വന്നത്. അത് തമിഴ്നാട്ടിലെ ചെറിയ പ്രശ്നങ്ങൾ കാരണം നേരെ കർണാടകത്തിൽ നിന്നും കോഴിക്കോട് വഴിയാണ് വന്നത്. അതുകൊണ്ടുണ്ടായ കാലതാമസവും ഇതിന് കാരണമായിട്ടുണ്ട്. അവർക്കുണ്ടായ ക്ഷീണം ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കുന്നു. 2 ഡ്രൈവർമാരായിരുന്നു ഉണ്ടായിരുന്നത്. കോഴിക്കോട് വെച്ചാണ് അവർ ചേഞ്ച് ചെയ്തത്. എന്നിരുന്നാലും ഗതാഗതത്തിലുള്ള താമസങ്ങളും അതുപോലെ തന്നെ റോഡ് പണി നടക്കുന്നതുകൊണ്ടുള്ള ഫാറ്റിക് അവരെ ബാധിച്ചിട്ടുണ്ടാകാമെന്ന് വിലയിരുത്തുന്നു. Kadinar